സത്യത്തിന്റെ സന്ദേശം അല്ലാഹുവിന്റെ റസൂൽ പ്രതീക്ഷിക്കാതെ ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്നു ഒരു മാലാഖ. ഫജാഅഹു ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വന്നു. ഖാല ഇഖ്റ, വായിക്കണം എന്ന് പറഞ്ഞു. വായിക്കുക. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി മാ അന ബിഖാരിഇൻ, എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ. അത് മാ ഇസ്തിഫാമിയാണോ നാഫിയയാണോ അതൊക്കെ പല ചർച്ചകളാണ്. മൊത്തത്തിൽ എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം അണച്ചുകൂട്ടി പിടിച്ചത്രേ. ദമ്മഹു ഫദമ്മനി ഹത്താ ബലഗ മിന്നിൽ ജഹദ്, എനിക്ക് ക്ഷീണം വരുന്ന പോലെ എന്നങ്ങ് അണച്ചുകൂട്ടി പിടിച്ചു ജിബ്രീൽ എന്നവര്. പിന്നെ വിട്ടു. ഇഖ്റ, വായിക്കുക എന്ന് പറഞ്ഞു. എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ. എന്നെ വീണ്ടും അണച്ചുകൂട്ടി പിടിച്ചു രണ്ടാമത്തെ തവണ. എനിക്ക് വേദനിക്കുന്ന പോലെ. പിന്നെ എന്നെ വിട്ടു. മൂന്നാമത്തെ തവണയും അല്ലാഹുവിന്റെ റസൂലിനോട് പറയാ വായിക്കുക. അണച്ചുകൂട്ടി പിടിക്കുന്നു. മുത്തനബി വിടുന്നു. ആ മൂന്നാമത്തെ തവണ അല്ലാഹുവിന്റെ റസൂലിനോട് ഇഖ്റ മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. വിശുദ്ധ വചനങ്ങൾ ഇറങ്ങുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുകൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇഖ്റ, വായിക്കുക. റീഡ് ഇൻ ദ നെയിം ഓഫ് യുവർ ലോർഡ് ഹു ക്രിയേറ്റഡ്. സൃഷ്ടിപ്പ് നടത്തിയ അല്ലാഹുവിന്റെ നാമത്തിൽ വായിക്കുക നബിയെ. ഖലഖൽ ഇൻസാന മിൻ അലഖ്, he created man from a sensitive drop of blood. മനുഷ്യനെ രക്തപിണ്ഡത്തിലൂടെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. ഇഖ്റ വറബ്ബുകൽ അക്റം, read and your Lord is the most bounteous. വായിക്കുക, നിങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു പരമദയാലുവും ഔദാര്യവാനുമാണ്. അല്ലദീ അല്ലമ ബിൽ ഖലം, who taught the use of pen. മനുഷ്യനെ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ് അല്ലാഹു. അല്ലമൽ ഇൻസാന മാ ലം യഅലം, he taught man what he knew not. അറിയാത്തത് മനുഷ്യനെ പഠിപ്പിച്ചവനാണ് അല്ലാഹു. ഖുർആനിലെ ആദ്യത്തെ വിഷയം അവതരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഖദീജ റളിയല്ലാഹു അൻഹ, ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളെ, ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന ആദ്യത്തെ ഏറ്റവും പ്രമുഖമായ ഇടപെടലാണിത്. ഫറജഅൻ നബിയു ഇലാ ഖദീജത യർജുഫു ഫുആദുഹു, പേടിച്ച് വിറച്ചുകൊണ്ട് ഖദീജ ബീവിയുടെ അരികത്തേക്ക് ഓടുകയാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബീവിയോട് ആദ്യം പറഞ്ഞത് സമ്മിലൂനി സമ്മിലൂനി, എനിക്കൊരു പുതപ്പ് തരൂ, ഒരു പുതപ്പ് തരൂ. അതൊന്നും പറഞ്ഞില്ല, ഒരു പുതപ്പ് തരും ഖദീജ, എനിക്ക് വറക്കുന്നുണ്ട്, ഒരു പുതപ്പ് തരും. അപ്പോഴാണ് അല്ലാഹു പുതപ്പ് മൂടി കിടന്ന സമ്മിലൂനി. അപ്പോഴാ അല്ലാഹു പിന്നെ അടുത്ത സൂറയിൽ യാ അയ്യുഹൽ മുസമ്മിൽ, ഓ ദ വൺ കവേർഡ് ഇൻ ദ ബ്ലാങ്കറ്റ്സ്, പുതപ്പ് മൂടി കിടക്കുന്നവരെ, ഖും ഫഅൻദിർ, എഴുന്നേൽക്കുക, ജനങ്ങൾക്ക് താക്കീത് കൊടുക്കുക. ഹബീബിനെ മുസമ്മിൽ എന്ന് വിളിച്ചത് സമ്മിലൂനി, എന്നെ പുതപ്പിക്കണേ എന്ന് പറഞ്ഞ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പുതപ്പ് കൊടുത്ത് നബി തങ്ങൾ പുതച്ചു കിടച്ചതിന്റെ ശേഷം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു തആല അൻഹ പുതപ്പിച്ചു കൊടുത്തു. നബി തങ്ങളുടെ പേടി അല്പം മാറിയപ്പോ മുത്തനബി തങ്ങൾ പറഞ്ഞു ഖശീതു അലാ നഫ്സി, ഖദീജ, എനിക്ക് മരണം വരെ അസുഖമാകുമോ, ഞാനങ്ങ് മരിച്ചു പോകുമോ, എനിക്ക് പേടി വന്നു, വല്ലാത്ത പേടി വന്നു ഖദീജ എന്ന് ബീവിയോട് പറയാ റളിയല്ലാഹു തആല. ഖദീജ റളിയല്ലാഹു അൻഹ കൊടുത്ത മറുപടി ഇവിടെ തങ്ങൾ സൂചിപ്പിച്ചു. ഖല്ലാ, ഇവിടെയാണ് വിഷയം. ഇവിടെയാണ് നമ്മളും ബാക്കിയുള്ള പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഖദീജ ബീവിയും നമ്മുടെ മഹതിമാരായ ഭാര്യമാരും നമ്മുടെ സഹോദരിമാരും ഒരല്പം കമ്പാരിസൺ ചെയ്യണം. നമ്മളൊക്കെ അങ്ങനെയാണോ അല്ലേ? ഒരു ഭർത്താവ് പേടിച്ച് വരിക, നമ്മളെന്താ പറയുക, വല്ല പൊട്ടിച്ചേത്താനും കണ്ടിട്ടുണ്ടാവും. ആദ്യം ഒരു ഡയലോഗ് അതൊക്കെ, പണ്ടേ പേടിത്തൊണ്ടനാ, പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കുറ്റല്ലേ പറയുള്ളൂ. ആദ്യമായൊരു മനുഷ്യന്റെ നന്മ പറയോ? ഇങ്ങനെ ഒരു വരികയാണെന്ന് വിചാരിച്ച് സങ്കല്പിച്ചു നോക്കി. റബ്ബർ തോട്ടത്തിലൊക്കെ ലേറ്റ് ഉണ്ട്, റബ്ബർ തോട്ടത്തിൽ കൂടെ ഒരാൾ കയറിയാണ് ഇരുട്ടത്തെ സമയത്ത്, എന്തോ കണ്ടു പേടിച്ചു എന്ന് പറയാം. എന്തൊക്കെ പറയും നമ്മുടെ പെണ്ണുങ്ങൾ. പിന്നെ അവസാനം എന്തെങ്കിലുമൊക്കെ നമ്മൾ പോയി നോക്കുക എന്നൊക്കെ പറയും. അത് ലാസ്റ്റാ പറയാ, ഇത് ആദ്യം പറയണം. പോസിറ്റിവിറ്റി എന്ന് പറയില്ലേ, ഒരു വിഷയത്തിലെ നന്മയെ ആദ്യം കാണാം. ബീവി ആദ്യം നെവർ, നിങ്ങളൊരു പേടിയും പേടിക്കണ്ട എന്റെ ഭർത്താവേ, എന്തിനാ നിങ്ങളെ പേടിക്കുന്നത്? ഖല്ല,
ലാ യുഖ്സിക അല്ലാഹു അബദ. Allah will not abandon you. അല്ലാഹു നിങ്ങളെ കൈവടിയില്ല നബിയെ, മുഹമ്മദ് നബിയുടെ ഭർത്താവേ, അല്ലാഹു നിങ്ങളെ കൈവടിയൂല. ആദ്യം പറഞ്ഞ മറുപടി അതാ. അല്ലാഹു നിങ്ങളെ കൈവടിയില്ല നബിയെ. ഇന്നക ലതസിലുർ റഹിം, നിങ്ങൾ കുടുംബ ബന്ധം ചേർത്തുന്നവരാണ്. വതസ്ദുഖുൽ ഹദീസ്, നുണ പറയാത്തവരാണ്. വതഹ്മിലുൽ കല്ല, ഭാരം ചുമക്കുന്നവരാണ്. വതക്സിബുൽ മഅദൂം, ഒന്നുമില്ലാത്തവർക്ക് നന്മ ചെയ്തു കൊടുക്കുന്നവരാണ്. വതഖിറുൽ ളൈഫ, അതിഥികളെ സൽക്കരിക്കുന്നവരാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിച്ചെന്ന് സഹായം ചെയ്യുന്നവരല്ലയോ നബിയെ നിങ്ങൾ. നിങ്ങളെ അല്ലാഹു കൈവടിയുകയില്ല എന്ന് ആദ്യമായി ഹബീബിനെ സമാശ്വസിപ്പിച്ച, ഹബീബിന്റെ മനം കവർന്ന, ഹബീബിന്റെ ഉള്ളം കവർന്ന ജീവിത സഖിയാണ് നമ്മുടെ ഉമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹാ.